നമ്മളെ ഏൽപ്പിച്ച പദ്ധതി എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം ക്രിസ്തയേശുവിലൂടെ നമുക്ക് ചെയ്ത ആ നല്ല വിശേഷത്തെ അറിയിക്കുക. പിന്നെ ദോഷം കണ്ടെന്ത് ചെയ്യണം? സ്നേഹം അനവധിയായ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. അത് വിളിച്ചു പറഞ്ഞ് നടന്നാൽ എന്താ പറ്റും? അയാൾ തെറ്റല്ലേ ചെയ്തേ? നോഹയുടെ ജീവിതത്തിൽ നോഹ കള്ളു കുടിച്ച് നഗ്നനായി തൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ആ ഗുഹയിൽ കിടക്കുക. തൻ്റെ മകനായ ഹാമിദ് കണ്ടു. എന്നാലും ഇങ്ങനെ ചെയ്യാമോ? ഉടനെ തന്നെ വീഡിയോ എടുത്തു. വാട്സപ്പ് വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്തു പുള്ളി? ഉടനെ എല്ലാവർക്കും അയച്ചു കൊടുത്തു. കണ്ടോ 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 കണ്ടോ. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്ത് പറ്റി പുള്ളിക്ക്? പുള്ളിയും പുള്ളിയുടെ മക്കളും എല്ലാം ശാപത്തിന്റെ കീഴിലായി. അവരെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളെന്ന് പറയുന്നത്. എന്നാൽ മറ്റ് രണ്ട് മക്കൾ കണ്ടു, ഷേമും യാഫത്തും. അവരെന്ത് ചെയ്തെന്നറിയാമോ? ഞങ്ങളുടെ അപ്പൻ ചെയ്ത തെറ്റൊക്കെ തന്നെയാണ്, പക്ഷെ അത് ലോകം അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സ്നേഹം അനവധിയായ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അത് പബ്ലിഷ് ചെയ്യില്ല. അത് ദൈവമക്കളല്ല അങ്ങനെ ചെയ്യുന്നത്. അവരൊരു പുതപ്പെടുത്തിട്ട് നേരെ നടന്നു വന്ന് അപ്പനെ മറച്ചില്ല. കാരണം അവർ പറഞ്ഞു ഞങ്ങളുടെ അപ്പന്റെ നഗ്നത ഞങ്ങൾക്ക് കാണണ്ട. അവർ രണ്ടുപേരും ഒരു പുതപ്പ് ഇങ്ങനെ എടുത്ത് പിടിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് പുറകിലേക്ക് നടന്നു. അപ്പം പുറകിൽ കിടക്കുക, പുറകിലേക്ക് നടന്നു. എന്താ അങ്ങനെ? ഞങ്ങളുടെ അപ്പന്റെ നഗ്നത ഞങ്ങൾക്ക് കാണണ്ട, ഞങ്ങളും കാണണ്ട, ലോകം അത് കാണണ്ട. അവരിങ്ങനെ പുറകിലേക്ക് നടന്ന് വന്നിട്ടുണ്ടല്ലോ, അപ്പന്റെ നഗ്നത അങ്ങ് മറച്ചു. ഇതാ ദൈവമക്കൾ. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്നേഹം അനവധിയായ പാപങ്ങളുടെ ബഹുത്വത്തെ പബ്ലിഷ് ചെയ്യല്ല, മറയ്ക്കുന്നു. ആർക്കെങ്കിലും വേദന ഉണ്ടായെങ്കിൽ ആ വേദന മാനസാന്തരത്തിലേക്ക് നടത്തട്ടെ. തിരിച്ചറിയുക, ഇതാണ് ദൈവമക്കൾ. മറ്റവൻ്റെ തെറ്റ് എൻ്റെ വായിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്യില്ല. പകരം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി, ആ വ്യക്തി പോലും അറിയാതെ ദൈവത്തോട് അറിയിക്കും. ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുവാൻ ഞാൻ നോക്കും. എൻ്റെ വാ കൊണ്ട് ഞാൻ പൊളിച്ചു കളയുന്നവനല്ല, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് യഹോവയായ ദൈവം എനിക്ക് ശിഷ്യന്മാരുടെ നാവ് നൽകിയിരിക്കുന്നു. അത് ഉപയോഗിക്കുക.